പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും എന്നും എപ്പോഴും വന്ന് വസിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മഹാദുരന്തമുണ്ടായി. ആ ദുരന്തത്തെപ്പറ്റി ഇതിനോടകം പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ധാരാളം വാർത്തകൾ കാണുവാനിടയായിട്ടുണ്ട് എന്നെനിക്കറിയാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാടിലും ചൂരൽമലയിലും സംഭവിച്ച ഉരുൾപൊട്ടൽ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ദുരന്തത്തിലും ചിലർ ദൈവത്തെ പഴിചാരുകയും ഈ ദുരന്തത്തിന്റെ കാരണം ദൈവമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ് അവിടെ പോയിട്ടുള്ളവർക്കും പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും കാണുവാൻ സാധിക്കുന്നു. ഹൃദയം നുറുങ്ങി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ. അപ്പനും അമ്മയ്ക്കും മക്കളെ നഷ്ടപ്പെട്ടു, മക്കൾക്ക് അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു, സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാം നഷ്ടപ്പെട്ടു. സഹോദരന്റെ സഹോദരിയെ നഷ്ടപ്പെട്ടു, സഹോദരിക്ക് സഹോദരനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഹൃദയം നുറുങ്ങി എന്തു ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയോ ഒന്നുറക്കെ കരയുവാൻ പോലും കഴിയാത്ത അനേകം മനുഷ്യജന്മങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തു കൂട്ടിയ സമ്പാദിച്ച എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ അവസ്ഥ. ഇനി മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ ആത്മഹത്യയെ പറ്റി ഇവരെ ചിന്തിക്കുന്ന ജനങ്ങൾ അവിടെയുണ്ട്. 400-ൽ പരം മനുഷ്യർ കാണാമറയത്തേക്ക് പോയി കഴിഞ്ഞു. ഇനിയും ഏതാനും പേരെ കണ്ടുകിട്ടുവാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ അവസ്ഥയിലും ഹൃദയം പൊട്ടി ഹൃദയം നുറുങ്ങി നിൽക്കുന്ന മനുഷ്യജന്മങ്ങളിലെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തെ പഴിചാരിക്കൊണ്ട് ദൈവമില്ല എന്ന് വരുത്തി തീർക്കുവാനായി ഏതാനും ചില മനുഷ്യർ ശ്രമിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയുണ്ടായി. മാധ്യമങ്ങളിൽ പല സ്ഥലത്തും ഈ മനുഷ്യജന്മങ്ങൾ ദൈവം എവിടെ, ഈ ദുരന്തത്തിൽ ദൈവം എവിടെ, ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അനേകം പോസ്റ്റുകൾ ഇടുകയും അതിനുള്ളിൽ കമന്റുകൾ കൊണ്ട് നിറയുന്നതുമായി നാം കാണുകയുണ്ടായി. ദൈവം എവിടെ എന്ന അവരുടെ ചോദ്യത്തിന് ദൈവം ഇല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള അവരുടെ ശ്രമത്തിന് ഈ മനുഷ്യർക്ക്, എല്ലാം നഷ്ടപ്പെട്ട ഈ മനുഷ്യർക്ക് ഒരു ആശ്വാസമായി എൻ്റെ ഈ എളിയ വാക്കുകൾ തീരുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ആദ്യമായി ഈ ചോദ്യം മനുഷ്യ മനസ്സുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഈ നിരീശ്വര യുക്തിവാദികളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ ചോദ്യം ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ മനുഷ്യരോട് ദൈവമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം എവിടെ എന്ന് ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ ദൈവം എവിടെ എന്ന് ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഈ ദുരന്തത്തിൽ എവിടെയായിരുന്നു എന്ന് മറിച്ചു വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. ഇനി അങ്ങനെ ചോദിക്കുന്ന ഒരു മനുഷ്യരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ദൈവം കാരുണ്യവാനും കരുണാമയനുമാണ്. ദൈവം അല്ല ഈ ദുരന്തങ്ങൾക്ക് ഉത്തരവാദി. മനുഷ്യൻ മാത്രമാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ദൈവത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ ആ കഷ്ടം. ഈ ദുരന്തത്തിലും ഈ കണ്ണുനീരിലും നിങ്ങൾ ഇത് ചെയ്യുന്നത് മഹാകഷ്ടമാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI ഈ ദുരന്ത സ്ഥലത്ത് വന്ന് അന്വേഷിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ 2018 മുതൽ ഇവിടെ ഉരുൾപൊട്ടുവാൻ തുടങ്ങിയതാണ്. ചെറുതും വലുതുമായ മഡ് സ്ലൈഡുകൾ
ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകൾ ഈ പ്രദേശത്ത് നടന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് പല അവസരങ്ങളിൽ 2018 മുതൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും അയച്ചു കൊടുക്കുകയുണ്ടായി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഫയലുകളെല്ലാം, ഈ റിപ്പോർട്ടുകളെല്ലാം റിപ്പോർട്ടുകളായി അവശേഷിക്കുകയും അത് വെളിച്ചം കാണാതെ പോവുകയും ചെയ്തു. ഇങ്ങനെ വെളിച്ചം കാണാതെ പോകുവാൻ കാരണം ഏതാനും ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യം കൊണ്ടാണ്. ദൈവം ആരോടും പറഞ്ഞില്ല 1040 ഏക്കർ സ്ഥലം ഇടിച്ചു നിരത്തി റിസോർട്ടുകൾ പണിയാൻ, ടൗൺഷിപ്പുകൾ പണിയാൻ. ദൈവം ആരോടും പറഞ്ഞില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് നിരപ്പായ ഒരു സ്ഥലമായിട്ടല്ല. ദൈവം പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, മലകളെ സൃഷ്ടിച്ചു, നദികളെ സൃഷ്ടിച്ചു, അരുവികളെ സൃഷ്ടിച്ചു, മരങ്ങളെ സൃഷ്ടിച്ചു, പാറകളെ സൃഷ്ടിച്ചു. അങ്ങനെ പലതും സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനായി ഒരു ഇക്കോ സിസ്റ്റം ദൈവം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രകൃതിയുടെ ഈ സന്തുലിത അവസ്ഥയെ തകിടം മറിക്കുവാനായി 16-ൽ പരം കോറികൾ അവിടെ ലൈസൻസോട് കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. എന്നാൽ 50-ൽ പരം കോറികൾ അവിടെ ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരു കണക്ക് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഡൈനമിറ്റുകൾ വെച്ച്, ശക്തമേറിയ ഡൈനമിറ്റുകൾ വെച്ച് പ്രകൃതിയിൽ ആഘാതമുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മാറ്റി എഴുതുമ്പോൾ പ്രകൃതി ചിലപ്പോൾ പ്രതികരിച്ചു നിൽക്കും. അതാണ് ഇവിടെയും സംഭവിച്ചത്. 1040-ൽ പരം ഏക്കർ ഭൂമിയാണ് അനധികൃതമായി അവിടെ റിസോർട്ട് പണിയുവാനായി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ റിസോർട്ട് പണിയുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ റിസോർട്ടുകൾ പണിയുമ്പോൾ ഈ ഭൂമി ഇടിച്ചു നിരത്തി അതിൻ്റെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുമ്പോൾ അതിന് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു കടമയും കൂടി നമ്മുടെ സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. അത് ചെയ്യാതെ പോയത് കൊണ്ടാണ് ഇന്ന് ഈ വലിയ ദുരന്തം നമുക്ക് കാണേണ്ടി വന്നത്. അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ദൈവത്തെ പഴി പറയാനായിരുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നാഷണൽ ഹൈവേയിൽ വലിയ കിടങ്ങുകൾ, വലിയ കുഴികൾ ഉണ്ടായി. ആ കുഴിയിൽ ഓടിച്ചു വന്ന വാഹനങ്ങൾ വീണ് അനേകം പേർ മരിച്ചുപോയി. ഈ കുഴി ഉണ്ടാകുവാനും, ഈ കുഴി ഇവിടെ ഉണ്ടാകുമ്പോൾ അത് നികത്തണം എന്ന് ഹൈക്കോടതി വരെ പല പ്രാവശ്യം ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും ശ്രദ്ധിച്ചില്ല. കുഴികൾ വീണ് അനേകം പേർ മരിച്ചുപോയി. ദൈവമാണോ ഇതിന് ഉത്തരവാദി, അതോ മനുഷ്യനാണ്? മറ്റൊരു കാര്യം, ഇന്ന് ഇസ്രായേലും പാലസ്തീനും, ഇപ്പോൾ ഇതാ ഇറാനും അനേകം മനുഷ്യരെ ബോംബിട്ട് കൊന്നുകൊണ്ട് ബോംബെറിഞ്ഞ് കളിക്കുകയാണ് അവർ. അനേകം കുടുംബങ്ങൾ ഛിദ്രമായി പോയി. അനേകം മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ദൈവമാണോ ഇതിന് ഉത്തരവാദി? ഈയിടെ നിങ്ങൾ എല്ലാവരും കേട്ട ഒരു വളരെ ക്രിറ്റിസിസത്തിന് വിധേയമായ, വളരെ വേദനയോടുകൂടി ഞാനും ശ്രദ്ധിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സന്തോഷ് കുളങ്ങര, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വിഷമത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞുപോയ ഒരു വാക്യമായിരിക്കാം, ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാഴയ്ക്കായാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മനുഷ്യൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വളരെ മോശമായി. അദ്ദേഹം അത് പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തെ, ഒരു ഇൻസിഡന്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതായത് കുഴൽക്കിണർ കുഴിക്കുവാനായി അധികാരം കൊടുത്ത അധികാരികൾക്ക് ഈ കുഴൽക്കിണർ ഇവിടെ തുറന്നിട്ടാൽ ഇതിന്റെ അകത്ത് ആരെങ്കിലും വീണുപോകും എന്ന് അവർക്ക് അറിയാമായിരുന്നില്ലേ? അപ്പോൾ ദൈവമാണോ ഇതിന് ഉത്തരവാദി, അതോ മനുഷ്യനാണോ ഈ സംഭവത്തിന്റെ ഉത്തരവാദി? ഒരു കുഴൽക്കിണർ നിർമ്മിച്ച് മൂടാതെ കിടന്ന ആ കുഴൽക്കിണറിൽ വീണ് ഒരു കുട്ടി മരിച്ചുപോയി. ദൈവമില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, ഹൃദയം തകർന്നു നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് ദൈവമില്ല എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം അവർ അതുപോലെ വിഷമത്തിലും പ്രയാസത്തിലും സങ്കടത്തിലുമായതുകൊണ്ട് അവരുടെ സങ്കടത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ദൈവമില്ല എന്ന് വരെ ചിലപ്പോൾ വിശ്വസിച്ചു പോകും.
പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ചെയ്യുന്നത് മഹാകഷ്ടമാണ്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, യുക്തിവാദികളായ ദൈവമില്ല എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന ശാസ്ത്രത്തിന് എന്തു പറ്റി? ശാസ്ത്രം എന്തുകൊണ്ട് ഈ മഹാദുരന്തത്തെ തടഞ്ഞില്ല? ദൈവം എന്തുകൊണ്ട് ഈ മഹാദുരന്തത്തെ തടഞ്ഞില്ല എന്ന് ചോദിക്കുന്ന അതേ നാണയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ശാസ്ത്രം എന്തുകൊണ്ട് ഈ മഹാദുരന്തത്തെ തടഞ്ഞില്ല? പ്രിയ ദൈവമക്കളെ, ശാസ്ത്രവും ദൈവവും ഒന്നുമല്ല. മനുഷ്യന്റെ പ്രവർത്തികളാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കെല്ലാം കാരണക്കാർ. ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, കാരുണ്യവാനും കരുണാമയനുമായ ദൈവം എന്തുകൊണ്ട് ഈ ദുരന്തത്തെ തടഞ്ഞില്ല എന്ന്. ന്യായമായ ഒരു ചോദ്യമാണ്. ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് ഈ മഹാദുരന്തത്തെ തടയുവാൻ പാടില്ലായിരുന്നോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ ന്യായമായ ഒരു ചോദ്യമാണ്. എന്നാൽ ദൈവം അതിന് പിശാചിനെ അനുവദിക്കുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. ദൈവത്തെ മറന്നുകൊണ്ടാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നും ദൈവമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അനുഭവിക്കുവാൻ കാരണം ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തെ ആരാധിക്കുവാൻ നാം മറന്നുപോയിരിക്കും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തോട് നന്ദി പറയുവാനോ നാം മറന്നുപോയി. അങ്ങനെ മറന്നുപോയപ്പോൾ ദൈവം തന്റെ കരുതലിന്റെ, കരുണയുടെ, കാരുണ്യത്തിന്റെ കരം പുറകോട്ട് വലിക്കുകയും പിശാച് അവിടെ കയറി പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ ഒരു ദുരന്തത്തിലൂടെ തീർച്ചയായും ദൈവത്തെ മനുഷ്യൻ പഴിക്കുമെന്ന് പിശാചിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിശാച് കിട്ടിയ അവസരം ഉപയോഗിച്ച് ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് തെറി പറയുന്ന, ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുവാൻ, ഒരു സമൂഹത്തെ ഉണ്ടാക്കി തീർക്കുവാൻ പിശാച് ശ്രമിക്കുന്നത്. ഈ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദവും ഹവ്വായുമായിരുന്നു. ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ആദത്തെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഏദൻ തോട്ടം എന്ന ഒരു പറുദീസ അവന് വേണ്ടി ഒരുക്കിയിട്ടാണ് ദൈവം അവനെ സൃഷ്ടിക്കുന്നത് തന്നെ. അപ്പോൾ ദൈവം കരുണാമയനും കരുതലുമുള്ള ഒരു ദൈവമാണെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു, ദൈവത്തോട് മറുതലിക്കുന്ന ഒരു സമൂഹം ഉടലെടുത്തു. പഴയ നിയമം വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് കാണാം, നോഹയുടെ കാലത്തുള്ള വലിയ ജലപ്രളയം. എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത്? ഒരുപക്ഷെ ഈ ജലപ്രളയത്തിലും അനേകം കുഞ്ഞുങ്ങൾ മരിച്ചുപോയി കാണും. അവരാരും ഒരു തെറ്റും ചെയ്തവരല്ല. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഇന്ന് വയനാടിലും സംഭവിച്ചത്. ടൂറിസത്തിന്റെ മറവിൽ ഏതാനും ചില കുശാഗ്ര ബുദ്ധികളായ ഏതാനും ചില മനുഷ്യർ ചെയ്യരുതാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത വേറൊരു കൂട്ടർ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്നു. ജീർണിച്ച് നാശമായ ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് പാവപ്പെട്ടവരായ അനേകം മനുഷ്യർ, 400-ൽ പരം മനുഷ്യർ ഇന്ന് എവിടെയോ പോയി മറന്നു. അവരെ നമുക്ക് നഷ്ടമായി, ഈ ലോകത്തിന് നഷ്ടമായി. ആരാണ് ഇതിന് ഉത്തരവാദി? ദൈവമോ? ഏതാനും മനുഷ്യരുടെ വ്യക്തി താല്പര്യത്തിന്റെ ഫലമാണ് ഇന്ന് പാവപ്പെട്ട അനേകം മനുഷ്യർ ഇല്ലാതായിപ്പോയത്. അല്ലാതെ ദൈവം ഇടപെടാത്തത് കൊണ്ടോ ദൈവമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ പാപത്തിന്റെ കാഠിന്യം കൊണ്ടോ ഒന്നുമല്ല. ഈ മരിച്ചുപോയ മനുഷ്യർ ഏറ്റവും നിസാരരും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുമായ നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു. അവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയ്ക്ക്, ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭരണകൂടം എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല.
ദൈവം കരുണാമയനായതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ച തന്റെ ഛായകൾ സൃഷ്ടിച്ച മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്തത്. മൃഗങ്ങൾക്കോ മറ്റ് ഒരു ജീവജാലങ്ങൾക്കോ ദൈവം വിശേഷ ബുദ്ധി കൊടുത്തില്ല. വിശേഷ ബുദ്ധി കൊടുത്തത് ദൈവം മനുഷ്യന് മാത്രമാണ്. വിശേഷ ബുദ്ധി പുഴുങ്ങി തിന്നുവാനുള്ളതല്ല, വിശേഷ ബുദ്ധി ഉപയോഗിക്കുവാനുള്ളതാണ്. ഒരു റോഡിൽ ഒരു കിടങ്ങുണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് അത് നികത്തണം. വാഹനങ്ങൾ ഓടുന്ന നിരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാം എന്ന് തിരിച്ചറിയുന്നത് വിശേഷ ബുദ്ധിയാണ്. ഈ ദുരന്തം വഴി ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ദുരന്തം ഒരുപക്ഷെ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ മുന്നോടിയായിരിക്കും. നമ്മുടെ അന്ധമായ കണ്ണുകളെ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ വിശേഷ ബുദ്ധി ഉപയോഗിക്കുവാനായി ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മുല്ലപ്പെരിയാർ എന്ന മഹാദുരന്തം, വരാനിരിക്കുന്ന ഒരു മഹാദുരന്തം, ആ ദുരന്തം സംഭവിച്ചാൽ ഭൂലോകത്ത് നിന്ന് കേരളം ഒരുപക്ഷെ ഇല്ലാതായി പോയേക്കാം. അങ്ങനെ വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തിന്റെ മുന്നോടിയായി ദൈവത്തോട് അടുക്കുക, നിങ്ങളുടെ വിശേഷ ബുദ്ധി ഉപയോഗിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യുക. ഇതാണ് ദൈവം ഒരുപക്ഷെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ദുരന്തത്തിന് ശേഷം അനേകം നല്ല മനുഷ്യർ ഒരുപാട് ധനസഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഞാൻ വളരെ ആദരവോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഓർക്കുകയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സഹായം ചെയ്യുന്ന മനുഷ്യർ എന്തിനു വേണ്ടി ഈ ദുരന്തം ഉണ്ടായിട്ട് സഹായിക്കുവാൻ നോക്കി നിന്നു? 3 കോടി രൂപയുണ്ടായിരുന്നെങ്കിൽ 300 പേർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. ആ 300 പേരുടെ ജീവിതം നമുക്ക് നഷ്ടമാവുകയില്ലായിരുന്നു. അവരെ ഈ ദുരന്ത മുഖത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ ഇന്ന് ഈ ലോകത്തിൽ കാണുമായിരുന്നു. ഇന്നും ചാലിയാറിന്റെ തീരങ്ങളിൽ കുടിൽ വെച്ച് കഴിയുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾ ഇനി മറ്റൊരു ദുരന്തം വന്ന് അവിടെ നിന്ന് ഇല്ലാതായി പോകുന്നതിന് മുമ്പ് ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യർക്ക് ഇന്ന് നല്ലവരായ മനുഷ്യർ നീട്ടുന്ന ഈ സഹായഹസ്തം, ഈ സഹായം നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് ഒരു ഭവനം വെച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാമായിരുന്നു. ഈ 100 ഏക്കർ സ്ഥലം അവർക്ക് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ അവർക്ക് ഭവനം വെച്ച് അങ്ങോട്ട് മാറാമായിരുന്നു. ഈ സഹായങ്ങളൊക്കെ തെറ്റാണെന്നല്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്. ഈ സഹായം ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല സഹായങ്ങൾ വാഗ്ദാനം ചെയ്യേണ്ടത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ആകയാൽ എനിക്കൊന്നേ പറയാനുള്ളൂ. അത് പൗലോസ് ശ്ലീഹ പറഞ്ഞ തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എല്ലാ കാലത്തും എല്ലാ വിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ എന്തും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നല്ലവനും കാരുണ്യവാനുമായ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ട ദൈവമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഏതാനും കുശാഗ്ര ബുദ്ധികളുടെ മനോമുഗ്രത്തിൽ തെളിഞ്ഞ ഒരു പ്രത്യേക ശാസ്ത്രത്തിലല്ല നാം ജീവിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. ദൈവം ഇന്നും കരുണാമയനാണ്. സൃഷ്ടിച്ചവന് മാത്രമേ ശിക്ഷിക്കാൻ അധികാരമുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഏത് അപ്പനും അമ്മയുമാണ് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാതിരിക്കുന്ന ഒരു അപ്പനെയും അമ്മയെയും കാണിച്ചു തരാമോ? മക്കൾ അപ്പനെയും അമ്മയെയും സ്നേഹിക്കാതെ വെറുക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ വേദനിക്കാത്ത ഏത് മാതാപിതാക്കളാണുള്ളത്? ഇത് തന്നെയാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെയും അവസ്ഥ. വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തെ പറ്റി നമ്മളെ ബോധവൽക്കരിക്കുവാനായി നമുക്ക് ചെന്ന ഒരു ചെറിയ ശിക്ഷ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? മുല്ലപ്പെരിയാർ എന്ന ഡാം പൊട്ടിയാൽ എന്തായിരിക്കുമെന്ന അവസ്ഥ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറയാതെ അറിയാം. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, പ്രവർത്തിക്കുവാനുള്ള സമയമാണിത്, സഹായിക്കുവാനുള്ള സമയമാണിത്.
ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള സമയമാണിത്. ആകയാൽ നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന്, കരുണ തോന്നണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.